ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ആടിത്തുള്ളി പോകുന്നത് രണ്ടുപേരെ നിങ്ങൾ നോട്ട് ചെയ്തോ? ലാസ്റ്റ് ഒരു ട്വിസ്റ്റ്. വീട്ടിലെ ഫിഞ്ചസിനും ലവ് ബേർഡ്സിനും ഒരു കൂട്ടമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷാർജ ആനിമൽ മാർക്കറ്റിലേക്കൊന്ന് പോയതാണേ. ഫിഞ്ചസിനെയും ലവ് ബേർഡ്സിനെയും വാങ്ങിക്കാൻ പോയ അനുവാദീൻ്റെ ലിസ്റ്റിൻ്റെ നീളം കൂടി. പൂച്ചയായി, തത്തക്കുഞ്ഞായി, താറാവായി, കോഴിയായി, എന്തിന് മയിലിനെ വരെ അവർ വേണമെന്ന് പറഞ്ഞു. മൂക്കൂത്തിക്കൊണ്ടാണ് കറങ്ങി നടക്കുന്നത്. പക്ഷെ ആവശ്യത്തിന് ഒരു കുറവുണ്ടായില്ല. എന്തിനധികം പൊന്നുപോലെ സ്നേഹിക്കുന്ന വീടത്തെ ഫിഞ്ചസിനെയും ലവ് ബേർഡ്സിനെയും വരെ അവർ ആ സമയത്ത് തള്ളിപ്പറഞ്ഞു. അവർ നമ്മളെ കുറേ സോപ്പിടുന്നുണ്ടേ ഒരു കുഞ്ഞിത്താറാവിനെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം കോഴിക്കുഞ്ഞിനെ മേടിച്ചു തരണം എന്ന് പറഞ്ഞെടുത്താൽ നമ്മ ഒന്ന് അടി പതറിയെങ്കിലും കോഴി വസന്തൻ്റെ തലയിലിട്ടോട് കൂടിയിട്ട് ആ ആവശ്യം അവർ വേണ്ടാന്ന് വെച്ചു. ഈ കോഴി വസന്ത എന്നുള്ള പേരില്ലേ, അവർ ആ പേര് അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. പാവങ്ങളല്ലേ, എന്ത് ചെയ്യലേന്ന്. എനിക്ക് ഈ ജിമെയിൽ ഐറ്റങ്ങളെല്ലാം മേടിക്കാൻ വല്ലാതെ സങ്കടമാണ്. കാരണം നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു എമർജൻസിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഐറ്റങ്ങളിൽ എന്താക്കേണ്ടതെന്നൊരു ചിന്തയാണ് എനിക്ക് വരില്ല. നാട്ടിലാവുമ്പം കുഴപ്പമില്ല, നമ്മുടെ നാടല്ലേ, എപ്പോഴും നമുക്ക് സേഫായിട്ട് ഉണ്ടാവുമെന്ന് അറിയും. പണ്ട് ഞാനെല്ലാം ഉണ്ടല്ല, ചെറിയ കുഞ്ഞിക്കോയിനെല്ലാം എപ്പോഴും മടിയിൽ തന്നെ വെച്ചിരുത്തിട്ട് അവസാനം അതിന് തൂക്കം വരിക എന്ന് പറയും. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് ഞാൻ ജീവിച്ചിന്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്തതാണ് ഇതൊന്നും. നേരത്തെ ആടിപ്പാടി പോയവരാണ് തിരിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. പക്ഷേ ഫിഞ്ചസിനെയും ലവ് ബേർഡ്സിനെയും വാങ്ങിച്ചിന് കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.